ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാം വിമനും ഹാപ്പി വിമൻസ് ഡേ. സ്പെഷ്യലി ഇത് മാർച്ച് 8-ാം തീയതി ആയിക്കൊണ്ട്. പിന്നെ ഇതൊരു നല്ലൊരു ഇതാണ് കേട്ടോ. ഐ മീൻ ഒരു ലേഡീസ് എംപവർമെൻ്റ് ആണ് ഇപ്പോൾ എല്ലായിടത്തും. പിന്നെ ഈ മിഡ് നൈറ്റ് റൺ എന്ന് പറഞ്ഞ ഒരു ഫണ്ണാണ്. ബിക്കോസ് നമുക്കും ഇപ്പം നമുക്ക് പണ്ടൊക്കെ മാരത്തോണിന് ആണുങ്ങൾ മാത്രമേ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പെണ്ണുങ്ങളും ദേ ഹാവ് പ്രൂവൻ ദാറ്റ് ദേ ക്യാൻ ഓൾസോ compete men. And I think this is a wonderful, and I think we should specially thank Channel 24 for giving such opportunity. ശരിക്കും ഇതൊരു സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ. ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഈ പ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എന്തായാലും ഞങ്ങൾക്ക് അതൊരു ഭയങ്കര പ്രൗഡ് ഫീലാണ് ശരിക്കും. പ്രത്യേകിച്ച് ഈ 8th മാർച്ച് വിമൻസ് ഡേ ആയതുകൊണ്ടും ഞങ്ങൾക്ക് അതൊരു വലിയ ത്രില്ല് തന്നെയാണ്. വുമൻസ് എന്നുള്ള രീതിക്ക് നമുക്ക് പുറത്തിറങ്ങാനുള്ള റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ട്. ബട്ട് ഈ മിഡ് നൈറ്റിൽ ഈ ഒരു റൺ വെക്കുന്നത് ഭയങ്കര ഞങ്ങൾക്ക് എക്സൈറ്റിംഗ് ആണ്. നമുക്ക് മിഡ് നൈറ്റിൽ പുറത്ത് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീല് എന്നൊക്കെ അറിയാൻ ഞങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആണ്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ ചേച്ചിമാരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞങ്ങളൊക്കെ ജിമ്മേറ്റ്സ് ആണ്. അപ്പോൾ ഇതൊരു ജിമ്മിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് ഉള്ളൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എല്ലാം. അപ്പോൾ എല്ലാവർക്കും ഈ രാത്രി എസ്പെഷ്യലി മിഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു ഫ്രീഡം എന്നുള്ളൊരു സിംബലൈസ് ചെയ്യുന്നു. അപ്പം അതൊക്കെ ഭയങ്കര സിംബലൈസ് ചെയ്ത ഫ്ലവേഴ്സിനും ബാക്കി കോർഡിനേറ്റേഴ്സിനും ഭയങ്കര വലിയ താങ്ക്സ് ടു യു. ഇങ്ങനെയല്ലേ ഇറങ്ങുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ്, ഞങ്ങളല്ല ഒരുപാട് പേര് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ജസ്റ്റ് ഒരു മിഡ് നൈറ്റ് സ്റ്റാർട്ടപ്പ് ആവുമല്ലേ. ഇങ്ങനെ ഇറങ്ങുക, എല്ലാവരും ഇറങ്ങുക. ഞങ്ങളൊക്കെ ഫാമിലിയാണ്, എന്താ പറയുക, ഭർത്താവും കുട്ടികളും എല്ലാവരും ഉണ്ട്. നമ്മളതിനു വേണ്ടി തന്നെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് വന്ന ആൾക്കാരാണ്. എക്സൈറ്റഡ് ആണ് ഞങ്ങൾ പോകാൻ, കാണാനൊക്കെ സന്തോഷമുണ്ട്. നൈറ്റ് നമ്മൾ ഔട്ടിങ് ഇറങ്ങുന്നത് തന്നെ എറണാകുളത്ത് വന്നിട്ടാണ്. അപ്പം രസമല്ലേ, എല്ലാവരും കൂടി ഒരു ഗേൾസ് മാത്രമായിട്ട് പോകുന്ന രസമല്ലേ. അപ്പം നല്ല ഹാപ്പിയാണ് നമ്മൾ. ആദ്യമായിട്ട് ഓടാണ്, ഇതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാവരും ഒരുമിച്ച് വന്ന് എൻ്റെ സെക്കൻഡ് ടൈമാണ്. ബട്ട് ഇതെൻ്റെ അമ്മയും അമ്മയുടെ സിസ്റ്റേഴ്സും ആണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഫസ്റ്റ് എടുത്തേക്കുവാണ്, രജിസ്ട്രേഷൻ എടുത്തേക്കുവാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ശരിക്കും ഇങ്ങനെ ഒരു ഫാമിലി ആയിട്ട് നമുക്ക് ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. ഞങ്ങൾ ശരിക്കും എൻജോയ്മെന്റിലാണ്. ആകെ ഒരു എക്സൈറ്റഡ് ആണ് ഇതിൽ ഓടാനായിട്ടുള്ള ഒരു ഇതിൽ. വളരെയധികം എക്സൈറ്റ്മെന്റില്ല. രാത്രി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓടുന്നത്. അതിനു മുമ്പ് വേറെ മാരത്തോൺ ഓടിയിട്ടുണ്ട്. പക്ഷെ രാത്രി ആദ്യമായിട്ടാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. കുറച്ച് നാൾ വരെ ഇങ്ങനെ രാത്രി പോണതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ ചിന്തകളിൽ മാറ്റം വന്നു തുടങ്ങി. ഇപ്പൊ വേണേലും രാത്രി ഇറങ്ങി നടക്കാന്നുള്ള അവസ്ഥയായിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ ഹാപ്പിയാണ് ഞങ്ങൾ എല്ലാവരും. മുന്നോട്ട് വന്ന് ഇതുപോലെ രാത്രിയൊക്കെ മാരത്തണിന് അല്ലെങ്കിൽ രാത്രി വെറുതെ ഔട്ടിങ്ങിനൊക്കെ പോകണം. നല്ല രസമാണ്. ഞാൻ ഇതുവരെ രാത്രി ഇവിടെ 12 മണിക്ക് ഓടിയിട്ടില്ല. അപ്പോൾ അത് ആദ്യമായി ചെയ്യുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ദിസ് ഇസ് മൈ മോം, ഇതെൻ്റെ അനിയത്തി. ഞങ്ങൾ 3 പേര് ഒരുമിച്ച് വീട്ടിൽ നിന്ന് നമ്മുടെ വുമൺ എംപവർമെൻറ്റ് കാണിക്കാൻ ഓടാൻ വന്നേക്കാണ്. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ടൈമാണ്. സോ വി ആർ സോ എക്സൈറ്റഡ് ഫോർ ദിസ്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എൻജോയ് ചെയ്യാത്തവരാണെങ്കിൽ, ഇതേവരെ എൻജോയ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തില്ലാത്തവരാണെങ്കിൽ വരിക. ഇത് വിൽ ബി വെരി ഡിഫറെൻറ്റ് ഫ്രോം അതർ. ഇനി ഇതേപോലത്തെ അവസരങ്ങൾ കിട്ടുമ്പോൾ ജസ്റ്റ് ഗ്രാബ് ഇറ്റ്. വെയിറ്റ് ചെയ്യരുത് ഇതിനു വേണ്ടി. അടുത്ത നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വരിക. എക്സൈറ്റ്മെൻറ്റോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും.